അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു അവിയലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അവിയലിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പച്ചക്കറികൾ വേണം. പച്ചക്കറികൾ, തൈര് വേണം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് ഒരു മുറി തേങ്ങ, ചെറുജീരകം, വെളുത്തുള്ളി, കറിവേപ്പില. അപ്പോൾ നമ്മളത് നമ്മുടെ കായം, സൈക്കിൾ കൊണ്ടേക്ക് കറിയ, കഴുകി വൃത്തിയാക്കി നമ്മൾ അവിയലിനുള്ള പച്ചക്കറി. അപ്പോൾ നമുക്ക് നമ്മുടെ അവിയലിനുള്ള സാധനം ഇവിടെ അരിഞ്ഞിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 പച്ചമുളക് കേട്ടോ, 2 പച്ചമുളക് അരിഞ്ഞിടാം കേട്ടോ. അങ്ങനെ കീറിടാം. ഒരു പാത്രം വെള്ളം കേട്ടോ, വേവുള്ള. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അത് വേവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ അരപ്പിന് ഒരു തേങ്ങ ഫുള്ള്, അഞ്ചാറ് വെളുത്തുള്ളി, കുറച്ച് ചെറുജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി മുഴുവനായിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അത് മാറ്റിക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും അതിന് മുകളിൽ കൂടെ ഇങ്ങനെ തുടിച്ചു കൊടുക്കാം കേട്ടോ. വെന്തതിന് ശേഷം ഇപ്പോൾ നമ്മളെ പച്ചക്കറി ഇവിടെ വലിയ പച്ചക്കറി ഇവിടെ നിന്ന് തിളച്ചു. നമുക്ക് ഇട്ടിട്ടൊന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. വേവട്ടെ. അപ്പോൾ കേട്ടോ നമ്മുടെ അവിയലിൻ്റെ കൂട്ട് ഇവിടെ അവിയലിൻ്റെ കൂട്ടുകളൊക്കെ ഇതാക്കുന്നത് റെഡിയായി. എന്തിവിടെ ഉപ്പൊക്കെ റെഡിയാക്കി വെച്ചു. അതിലേക്ക് നമുക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങയും പച്ചമുളകും ചെറിയവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത അരപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്.
നമ്മൾ തൈര് ആ പാത്രത്തിൽ കുറച്ച് അരവുണ്ടായതുകൊണ്ട് അതിന് നമ്മൾ തൈര് കുറച്ച് ഒഴിച്ചു കൊടുത്തതാണ്. കുറച്ചുകൂടി നമുക്ക് തൈരിൻ്റെ ആവശ്യമുണ്ട്. നല്ല പുളിയുള്ള തൈരാണ്. തൈരോട് ഒഴിച്ചു കൊടുത്തു. ഏകദേശം നമ്മൾ അവിയൽ ഇവിടെ റെഡിയായി വരികയാണ്. അതിന് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ടു. അതിന് മുമ്പ് കുറച്ച് പച്ച വെച്ച് നമുക്ക് ഇരിക്കാമല്ലോ. ഓഫ് ചെയ്തു. നമ്മുടെ സൂപ്പർ അവിയൽ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.